ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ മെയ് 5 ചൊവ്വാഴ്ച അങ്കാരക സങ്കടഹര ചതുർത്ഥിയും ഒപ്പം തന്നെ 555 പോർട്ടൽ ഓണാകുന്ന ദിവസം കൂടിയിട്ടാണ്. അതുമാത്രവുമല്ല, നാളെ അതിലും വലിയ മറ്റൊരു പ്രാധാന്യം കൂടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്തേക്കാം. ആരും തന്നെ ആ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. കാരണം ബഡാം മംഗൾവാർ എന്നറിയപ്പെടുന്ന ജ്യേഷ്ഠമാസത്തിലെ ചൊവ്വാഴ്ചകളുടെ തുടക്കമാണ് നാളെ. ഭഗവാൻ ശ്രീരാമനെ ഹനുമാൻ സ്വാമി കണ്ടത് ജ്യേഷ്ഠമാസത്തിലെ ഒരു ചൊവ്വാഴ്ചയാണെന്നാണ് വിശ്വാസം. ആദ്യമായി കണ്ടത്. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠമാസം വരുന്ന ചൊവ്വാഴ്ചകളൊക്കെ ബഡാം മംഗൾവാർ എന്നറിയപ്പെടുന്നു. ആ ദിവസം നമ്മൾ വ്രതമെടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. സാധാരണ 4 or 5 ചൊവ്വാഴ്ചകളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 8 ചൊവ്വാഴ്ചകളുണ്ട്. അതിന് കാരണം 2 or 3 വർഷം കൂടുമ്പോൾ വരുന്ന അധികമാസം എന്നറിയപ്പെടുന്ന പുരുഷോത്തമ മാസം കൂടി ഈ 2026 നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്തേക്കാം. സോ ആ വീഡിയോ ആരും മിസ്സാക്കരുത്. അപ്പം ഇന്ന് നമുക്ക് നാളത്തെ കാര്യത്തെക്കുറിച്ചുള്ളത് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചൊവ്വാഴ്ചയോട് കൂടി വരുന്ന ചതുർത്ഥി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. വർഷത്തിൽ 1 or 2 പ്രാവശ്യം മാത്രമേ നമുക്ക് ഈ ചൊവ്വാഴ്ചയോട് കൂടിയുള്ള ചതുർത്ഥി വരാറുള്ളൂ. സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങളെയൊക്കെ നീക്കുന്ന, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച തരുന്ന ചതുർത്ഥിയാണ്. ഈ ചതുർത്ഥി ദിവസം വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും. ഒപ്പം തന്നെ നാളെ 555 പോർട്ടലും കൂടിയിട്ടുണ്ട്. അപ്പം പ്രപഞ്ചത്തിനോട് ചോദിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ദിവസം കൂടിയിട്ടാണ്. നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റൈസ് റെമഡിയാണ് ഭഗവാൻ ഗണേശന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു റെമഡി നമുക്ക് തുടർച്ചയായ 7, 11, 21 ദിവസങ്ങളിൽ ചെയ്യാം. ഒരേ ഒരു ദിവസം, അതായത് നാളെ ഒരൊറ്റ ദിവസം മാത്രം നിങ്ങളിത് ചെയ്തു വെച്ചാൽ മതിയാവും. പിന്നെ തുടർച്ചയായിട്ടുള്ള ആ ഒരു 11, 48, 21 ദിവസം അത് നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊള്ളും. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിത്തരുന്ന ഒരു റെമഡിയാണ് ഈ ഒരു റൈസ് റെമഡി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏതൊരു ദിവസവും ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ദിവസം ഒന്നുമില്ല. പക്ഷേ നാളെ ചൊവ്വാഴ്ചയോട് കൂടി വന്നിരിക്കുന്ന ചതുർത്ഥിയാണ് എന്നതുകൊണ്ടാണ് നാളെ ഇത് തുടങ്ങാൻ ഏറ്റവും ഉത്തമമാണെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിലെ കാരണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിനുശേഷം ബാക്കി 2 കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ചതുർത്ഥി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ മെയ് 5 ചൊവ്വാഴ്ച രാവിലെ 5:30 കൂടിയിട്ടാണ്. തിഥി നമുക്ക് പൂർണ്ണ രാത്രി മൊത്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയാണ് നമ്മൾ ചതുർത്ഥി വ്രതം എടുക്കേണ്ടത്. സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ സന്ധ്യയ്ക്ക് ആകാശത്ത് ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിച്ചാണ് നമ്മൾ ചതുർത്ഥി വ്രതം അവസാനിപ്പിക്കുന്നത്. വ്രതം എടുക്കുന്നത് ജലം മാത്രം കുടിച്ചിട്ടോ ഒരു നേരം ധാന്യങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിച്ചിട്ടോ ഒക്കെ നമുക്ക് ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പം നാളെ നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുണർന്ന് കുളിക്കണം. കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മൾ 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ചുള്ള ദീപമാണ് ഏറ്റവും ഉത്തമം. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ശേഷം ഭഗവാന്റെ വിഗ്രഹമുള്ളവർ അഭിഷേകം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാന് നമ്മൾ കറുകപ്പുല്ല് ചാർത്തുന്നത് അല്ലെങ്കിൽ 21 കറുക കൂട്ടിക്കെട്ടി സമർപ്പിക്കുന്നതൊക്കെ അത്യുത്തമമാണ്. വീട്ടിൽ ചെമ്പരത്തി പൂവ്, ശംഖുപുഷ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന് സമർപ്പിക്കാം. രാവിലെ ഭഗവാന് മുൻപിൽ നമുക്ക് ഫ്രൂട്ട്സോ അവൽ, മലര്, ശർക്കര, കരിമ്പ്, പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കാം. വൈകിട്ടാണ് നമ്മൾ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന റൈസ് റെമഡി എന്ന് പറയുന്നത് നമ്മൾ നാളെ രാവിലെ 10:30 ഉള്ളിലായിട്ട് ചെയ്യണം. അതായത് 5:30 ചതുർത്ഥി തിഥി ആരംഭിക്കും. 5:30 10:30 ഇടയ്ക്കുള്ള സമയത്ത്. കാരണം ഇത് രാവിലെ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം.
ഇനി ഒരു നിവൃത്തിയും ഇല്ല, നിങ്ങൾ ഈ വീഡിയോ കാണാൻ താമസിച്ചു പോയി, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെ 10:30 ചെയ്യണം. അതായത് നമ്മളിത് എന്ന് ചെയ്താലും രാവിലെ ഒരു 10:30 ചെയ്ത് വെക്കുന്നതാണ് ഫുള്ളായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ദീപം കൊളുത്തണം എന്നുള്ള യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. അപ്പം നമുക്ക് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുൻപിലായിട്ട് ഇത് വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇത് വെച്ചാൽ മതിയാവും. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു ചെറിയ ബൗളാണ്. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കിച്ചണിൽ നോൺ വെജ് കറിയൊന്നും എടുക്കാത്ത ഇതുപോലത്തെ ബൗളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയല്ല കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ ബൗളുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ, ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യാത്തുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം. അങ്ങനെയല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ബൗളുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം. അതൊരെണ്ണം വേണം. പച്ചരി വേണം. അതേപോലെ തന്നെ 8 1 രൂപയുടെയോ 2 രൂപയുടെയോ 5 രൂപയുടെയോ 10 രൂപയുടെയോ ഏതാണെങ്കിലും 8 നാണയങ്ങൾ വേണം. ഒരൽപ്പം സിനമൻ പൗഡർ വേണം. 3 ഗ്രാമ്പൂ വേണം. അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം വേണം. ഇവിടെ ഗണപതി ഭഗവാന്റെ ചെറിയ വിഗ്രഹം വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ളത് സിൽവർ ഗണേശനാണെങ്കിലും, അങ്ങനെയല്ല എരിക്ക് ഗണപതിയാണെങ്കിലും, ഗ്ലാസിൻ്റെ ഗണപതിയാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഗണപതി ഭഗവാൻ വേണം. ഗണപതി ഭഗവാൻ ഇല്ല ഞങ്ങൾക്കിത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പറ്റുന്ന കാര്യമല്ല. നമുക്ക് മഞ്ഞൾ ഗണപതിയെ ഈ ഒരു കാര്യത്തിന് ഉണ്ടാക്കി വെക്കാനും സാധിക്കില്ല. കാരണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മഞ്ഞൾ ഗണപതി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പൊട്ടാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് മഞ്ഞൾ ഗണപതിയും പറ്റില്ല. നമുക്ക് ഒരു ഗണപതി വിഗ്രഹം വളരെ കുഞ്ഞത് മതി. അത് ഈ ഒരു കാര്യം ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് ആവശ്യം എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നാളെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ ബൗള് നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ ഉള്ളത് അതിനടുത്തായിട്ട് വെക്കുക. ഇനി ഒരു കുഞ്ഞു ഗണപതിയെ ഉള്ളൂ എന്നാണെങ്കിലും ആ ഗണപതി എവിടെയാണോ ഇരുന്നിരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബൗള് വെക്കുക. ബൗള് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താഗ്രഹമാണ് നടന്നു കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതൊരു ചെറിയ പേപ്പറിൽ ബ്ലൂ കളറിലെ പെന്ന് കൊണ്ട് എഴുതുക. എനിക്ക് ഈ ആഗ്രഹം സാധിക്കണം എന്നെഴുതി അത് മടക്കിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു ബൗളിനുള്ളിലോട്ട് ആ പേപ്പർ വെക്കണം. അതിന് ശേഷം അതിന് പുറത്തായിട്ട് ഒരു പിടി നമ്മുടെ വലത്തെ കയ്യിൽ കൊള്ളുന്ന അത്ര പച്ചരി എടുത്ത് അതിന് പുറത്തായിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പം നമ്മൾ ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള ഭഗവാന്റെ മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് വേണം ചെയ്യാൻ. അത് വെച്ചതിന് ശേഷം അപ്പോൾ ആദ്യം പേപ്പറ്, ശേഷം പച്ചരി, അതിന് പുറത്തായിട്ട് നമ്മൾ 8 നാണയങ്ങൾ എടുത്ത് വെച്ചിട്ടുള്ളതിൽ 3 നാണയങ്ങൾ നമ്മൾ വെക്കണം. അത് വെച്ചതിന് ശേഷം വീണ്ടും പച്ചരി നമ്മൾ അതിന് പുറത്തായിട്ടിടണം. മിച്ചമുള്ള 5 നാണയങ്ങളിൽ അടുത്ത 3 നാണയങ്ങൾ നമ്മൾ ആ പച്ചരിക്ക് പുറത്തായിട്ട് വെക്കുന്നു. വീണ്ടും നമ്മൾ പച്ചരി ഇടുന്നു. മിച്ചമുള്ള ബാക്കി 2 നാണയങ്ങൾ കൂടി ആ പച്ചരിക്ക് പുറത്ത് വെക്കുന്നു. വീണ്ടും നമ്മൾ ആ ഒരു ബൗള് നിറയത്തക്ക രീതിയിൽ പച്ചരി ഇടുന്നു. ശേഷം സിനമൺ പൗഡർ, അത് നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. അത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ അരിക്ക് പുറത്തുകൂടി ഇങ്ങനെ തൂകി വെക്കുക. അതിനുശേഷം നമ്മൾ ഗണപതി ഭഗവാനെ വെക്കണം. ശേഷം ഗണപതി ഭഗവാന് ചുറ്റുമായിട്ട് നമ്മൾ 3 ഗ്രാമ്പൂ, ഭഗവാന്റെ 2 വശത്തും പുറകിലുമായിട്ട് 3 ഗ്രാമ്പൂവും കൂടിയിട്ട് വെക്കുക. ഇത് വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പൂവോ അല്ലെങ്കിൽ കറുകയോ ഭഗവാന് മുൻപിൽ വെക്കണം. വെച്ച് ഭഗവാനോട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ അത് തന്നെ വീണ്ടും പ്രാർത്ഥിക്കണം, എനിക്കിത് സാധിച്ചു കിട്ടണം. ശേഷം സാമ്പ്രാണി കൊണ്ട് ധൂപാരതി, ഇപ്പം ധൂപദീപ ആരതിയൊക്കെ എന്നും പൂജാമുറിയിൽ എടുക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഭഗവാനും അത് ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ. ഇത് എത്ര ദിവസം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. 7 ദിവസം മാത്രം പൂജാമുറിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പൂജാമുറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് 7 ദിവസം മാത്രം മതിയാകും. അങ്ങനെയല്ലെങ്കിൽ 11 ദിവസം, 21 ദിവസം, 48 ദിവസം. നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടാനായിട്ട് എത്ര ദിവസം വേണമെന്ന് നമുക്കൊരു തോന്നലുണ്ടോ അതുവരെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. ഇത് ആദ്യത്തെ ദിവസം വെച്ചതുപോലെ തന്നെ അവിടെ ഇരുന്നോട്ടെ. ആഗ്രഹം സാധിച്ചു കിട്ടിക്കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ ചിലപ്പോൾ 21 ദിവസത്തേക്കാണിത് വെച്ചത്,
എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ആഗ്രഹം സാധിച്ചാലും 21 ദിവസം നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. 21 ദിവസത്തിന് ശേഷം ആ അരി എടുത്ത് നമുക്ക് കിളികൾക്ക് കഴിക്കാൻ കൊടുക്കാം. അതിലെ നാണയങ്ങൾ നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഗണപതി ഭഗവാന് നമ്മുടെ വീട്ടിൽ വെക്കാം. അതേപോലെ ഗ്രാമ്പുവും കാൽപ്പെടാത്ത ഇടത്ത് കളയാം. ആഗ്രഹ സാധ്യത്തിന് ശേഷം വീണ്ടും അടുത്ത ആഗ്രഹം സാധിക്കാൻ ഒരു 1-2 ദിവസങ്ങൾക്ക് ശേഷം നമുക്കിത് വീണ്ടും ചെയ്യാവുന്നതാണ്. ഇത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നൊരു റെമഡിയാണ്. സോ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഇത് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പീരിയഡ്സ് ആയാൽ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടല്ലോ, അവരോട് ഒന്ന് സാമ്പ്രാണി കത്തിച്ച് ഭഗവാന് ഒരു ദീപം കാണിക്കാൻ, ഭഗവാനൊരു പൂ വെച്ചിട്ട് ഭഗവാനൊരു ദീപം കാണിക്കാൻ മക്കളോട് പറയണം. അവരത് ചെയ്യുമല്ലോ. വീട്ടിലെ സാധാരണ മറ്റു വിളക്കുകളൊന്നും കൊളുത്തുന്നു. ഈ ഒരു ഗണപതി ഭഗവാന് മുമ്പിൽ പ്രത്യേകിച്ചൊരു വിളക്ക് കൊളുത്തി വെക്കണം, ദീപം കൊളുത്തി വെക്കണം, എന്നും മന്ത്രം ചൊല്ലണം, ഇതൊന്നുമില്ല. ഇത് പൂജാമുറിയിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹോളിലൊക്കെ നമുക്ക് കബോർഡ്സ് കാണുമല്ലോ, അലങ്കാര വസ്തുക്കൾ വെക്കാൻ. അതിനുള്ളിലാണെങ്കിലും കിഴക്കോട്ടോ വടക്കോട്ടോ ഭഗവാനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചാലും മതിയാകും. അല്ലാതെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പം നാളെ 10:30-ക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തണം. വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരു തേങ്ങ വാങ്ങിച്ചത് ഭഗവാന് സമർപ്പിക്കുകയോ ഉടയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ ഭഗവാന് കറുകമാല അല്ലെങ്കിൽ കറുകപ്പുല്ല് സമർപ്പിക്കാം, പഴം സമർപ്പിക്കാം. ഭഗവാന്റെ മുൻപിലുള്ള ദീപത്തിൽ ഒഴിക്കാൻ നല്ലെണ്ണയോ നെയ്യോ ഒക്കെ വാങ്ങിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി നാളെ 27 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. പറ്റുന്നവരൊക്കെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. പിന്നെ നാളെ സന്ധ്യയ്ക്ക് ഒരു 5:30-ക്ക് ശേഷം വീട്ടിൽ നെൽവിളക്ക് കൊളുത്തിയിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഭഗവാന് കോഴിക്കട്ട ഉണ്ടാക്കുമ്പം നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കി അത് വേവിച്ച് ഭഗവാന് സമർപ്പിക്കാൻ. അതേപോലെ തന്നെ നമുക്കിഷ്ടമുള്ള എന്ത് വസ്തുക്കളും നാളെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. സങ്കടനാശന ഗണപതി സ്തോത്രം നാളെ 3 പ്രാവശ്യം ചൊല്ലാനായിട്ട് മറക്കരുത്. നമ്മുടെ വലത്തെ കൈ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് നട്ടെല്ലൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിരുന്ന ഒരു 11 പ്രാവശ്യം ഗം എന്നുള്ള ഭഗവാന്റെ മന്ത്രം അതും ചൊല്ലാനായിട്ട് മറക്കരുത്. പൂജകളൊക്കെ കഴിഞ്ഞ് എല്ലാം ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിൽ വന്ന് ചന്ദ്രനെ കണ്ട് ചന്ദ്രഭഗവാനെയും തൊഴുത് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ജലം കുടിച്ച് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള നിവേദ്യങ്ങളിൽ എന്തെങ്കിലും കഴിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്രതം അവിടെ വീടാവുന്നതാണ്. എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കരുത്. അതൊക്കെ പിറ്റേ ദിവസം മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ചതുർത്ഥിയായ നാളെ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ രാവിലെയും വൈകിട്ടും നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു അരിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ഗണപതി ഭഗവാന് ധൂപദീപ ആരതിയൊക്കെ എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അത് അവിടുന്ന് അനക്കരുത്. ഇപ്പം നമ്മൾ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗം വൃത്തിയാക്കുമ്പം അതവിടെ നിന്ന് അനക്കാതെ വേണം നമ്മൾ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആഗ്രഹം സാധിച്ച് ഇപ്പോൾ 21 ദിവസമാണ്, 21 ദിവസവും അത് അനക്കരുത്. ഇപ്പോൾ 21 ദിവസം ഞാനിത് ചെയ്തു, എനിക്കെൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പം ലേറ്റ് ആകും. പക്ഷേ ഗണപതി ഭഗവാനോടുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അത് നമുക്ക് ഫലിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇനി നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 555 പോർട്ടൽ ഓണാവുന്ന ദിവസമാണ്. അതായത് മെയ് 5, 5-ാം മാസത്തിലെ 5-ാമത്തെ ഡേറ്റ്. അപ്പോൾ നാളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാളെ രാവിലെ 5:05 അല്ലെങ്കിൽ വൈകുന്നേരം 5:05 നമ്മൾ എഴുതേണ്ടുന്ന ഒരു കാര്യം. 5:55 എന്നുള്ള സമയത്ത് നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മളിത് എഴുതി തുടങ്ങി ഒരു 6 ആകുമ്പോഴത്തേക്കും തീരില്ല ചിലപ്പം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5:05 തുടങ്ങുന്നത്. 5:05-നും 5:55-നും ഇടയ്ക്കുള്ള സമയത്ത് വേണം നമ്മളിത് എഴുതാൻ. ഇപ്പം രാവിലെ എഴുതുന്നുണ്ടെങ്കിൽ രാവിലെയും എഴുതാം, വൈകിട്ടും എഴുതാം. അതായത് ഒരു ദിവസം നമുക്ക് നമ്മുടെ 2 ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിനോട് എഴുതി ചോദിക്കാം. എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ്, വാലായ്മ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് ബാധകമേ അല്ല. ആർക്ക് വേണമെങ്കിലും എഴുതാവുന്നതുമാണ്. ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുക്കുണ്ടെങ്കിൽ
ലൈൻസ് ഒന്നുമില്ലാത്ത ബുക്കുണ്ടെങ്കിൽ ആ ബുക്കിലാണെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. എന്ത് വേണമെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടണം. അതായത് നിങ്ങൾക്കിപ്പം പൈസ വേണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ്, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ വേണമെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നെഴുതിയാൽ മതിയാവും. അത് 5 പ്രാവശ്യമാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം 1 മുതൽ 5 വരെ നമ്പർ ഇട്ട് വെക്കുക. അതിനുശേഷം ഈ ഒരു 5-5-നും 5:55 എന്ന് പറയുന്ന ഈ ഒരു സമയം വരുമ്പോഴേക്കും ഗ്രീൻ കളറിൽ, അതാണ് ഏറ്റവും നല്ലത്, ഗ്രീൻ കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ എടുക്കുക. ഗ്രീൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ എടുക്കാം. ബ്ലാക്ക് ഇവിടെ ഉപയോഗിക്കരുത്, റെഡും ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ എടുത്തതിന് ശേഷം പണമാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് കിട്ടുന്നത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 5 പ്രാവശ്യം എഴുതണം. ഇനി ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നമാണെങ്കിൽ ഞാനും ഭർത്താവും സന്തോഷമായിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം നന്നായിരിക്കുന്നു, എൻ്റെ കുഞ്ഞിന് വെളിയിൽ ജോലി കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നല്ല ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് നല്ല ഒരാളുമായിട്ടുള്ള വിവാഹം നടന്നു, അല്ലെങ്കിൽ എൻ്റെ മോന് ഒരു നല്ല കുഞ്ഞുണ്ടായി. അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹം എന്തൊക്കെ ആയിരിക്കാം നമുക്കറിയാമല്ലോ. അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അത് നമുക്ക് നടന്നു കിട്ടി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതണം. ഞാൻ നല്ല ആഗ്രഹം പോലൊരു വീട് വെച്ചതിൽ താമസിക്കുന്നു, ഞാൻ ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കി, ഞാൻ എൻ്റെ ജോലിയിൽ വളരെയധികം ഉയർന്നിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യവും നമുക്ക് എഴുതാം. ഇപ്പോൾ 2 കാര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 5:05-നും 5:55-നും ഇടയ്ക്കുള്ള സമയം, വൈകിട്ട് 5:05-നും 5:55-നും ഇടയ്ക്കുള്ള സമയം. ഇത് എഴുതിയ ശേഷം ഇതെവിടെയെങ്കിലും കാണുന്നത് പോലെ ഒട്ടിച്ച് വെക്കുക. പേപ്പറാണെങ്കിൽ, ബുക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 5 ദിവസം തുടർച്ചയായിട്ട് എടുത്ത് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. പേപ്പറാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കാണുന്നത് പോലെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. 5 ദിവസത്തിന് ശേഷം അതെടുത്ത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. അങ്ങനെ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിയിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളയാം. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ് ചതുർത്ഥി തിഥിയും. നമ്മുടെ പ്രപഞ്ചനാഥനായിട്ടുള്ള ഗണേശ ഭഗവാന്റെ ദിവസമാണ്. സോ നമ്മൾ വിശ്വാസപൂർവ്വം ചെയ്താൽ ഫലം ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കും. എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.